രോഗിയാണ് എന്ന് പറഞ്ഞ് പോലീസ് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ വീണ്ടും നമുക്ക് ചോദിക്കാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഒരു മാനസിക രോഗിയെ നിങ്ങളിങ്ങനെ അഴിച്ചു വിട്ടിരിക്കുവാണോ? മറ്റുള്ളവർക്ക് ഏത് രൂപത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അത് മറ്റുള്ളവർ നോക്കിക്കോട്ടെ, അവരനുഭവിച്ചോട്ടെ എന്നാണോ വിചാരിക്കുന്നത്? ശരി, ഈ മാനസിക രോഗി ഏത് ആശുപത്രിയിൽ ഏത് ഡോക്ടറുടെ ട്രീറ്റ്മെന്റിലാണ് കഴിയുന്നത്? ഇത് കള്ളമാണ് എന്ന് തെളിഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഇത്യാദി ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഏത് ഹോസ്പിറ്റലിലാണ്, ഏത് ഡോക്ടറുടെ ട്രീറ്റ്മെന്റിലാണ്, എന്തെങ്കിലും മെഡിസിൻ മാനസിക രോഗത്തിന് കഴിക്കുന്നുണ്ടോ? ഇയാൾക്കിത് ചെയ്യാമായിരുന്നു. ഇയാളുടെ ഗുഹ്യഭാഗത്തെ രോമം പറിച്ചെടുത്ത് തുളസിത്തറയിലിട്ടു. അത് ഇട്ടപ്പോ കുഴപ്പമില്ല. ശരി, അയാൾ മാനസിക രോഗിയാണെന്നും ഈ വാർത്ത പ്രസിദ്ധീകരിക്കരുതെന്നും ഇതിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യരുതെന്നും പോലീസ് സൂപ്രണ്ട് പറയണമെങ്കിൽ അവര് പറയണ്ടേ ഇതിനു കൂടി മറുപടി? ഇപ്പോ ഒരു മാനസിക രോഗി കാസർഗോഡ്, ഇങ്ങനെ എന്ത് ചെയ്താലും അവരെയൊക്കെ മാനസിക രോഗത്തിന്റെ കൺസിഡറേഷനിലാണ് കൊണ്ടുവരാറുള്ളത് കേട്ടോ. മറ്റൊരു മാനസിക രോഗി കാസർഗോഡ്, അയാളെയും പോലീസുകാരൻ വിളിച്ചതാണ് കേട്ടോ മാനസിക രോഗിക്ക്, നമ്മൾ ആരുമല്ല. അയാള് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പോകുന്നു. നോക്കുമ്പോൾ അവിടെ പുൽക്കൂടിരിക്കുന്നു. ക്രിസ്മസ് സീസൺ ആണ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ എന്തിനാണ് പുൽക്കൂടിരിക്കുന്നത്? അതൊരു ഗവൺമെന്റ് സ്ഥാപനമല്ലേ, അതൊരു ആരോഗ്യ പരിപാലന കേന്ദ്രമാണല്ലോ. അവിടെ അതിരിക്കാൻ പാടില്ല. ശരി, ഇത് എന്റെയും കൂടി നികുതി കൊടുത്തിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഈ സ്ഥാപനത്തിലുള്ള എല്ലാ ആളുകൾക്കും, ജീവനക്കാർക്കും എന്റെ കൂടി നികുതി പണമാണ് ശമ്പളമായി കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിവിടെ വയ്ക്കാൻ പാടില്ല എന്ന് കാക്ക തീരുമാനിക്കുന്നു. കാക്ക ഈ പുൽക്കൂടെല്ലാം കൂടി നുള്ളിപ്പെറുക്കി പൊട്ടിച്ചെടുത്ത് ഒരു കവറിനകത്തിട്ടിട്ട് എങ്ങോട്ടോ പോയി. കാക്ക വിചാരിച്ചത്ര രൂപത്തിൽ എഫക്റ്റഡ് ആയില്ല അത്. കാരണം ക്രിസ്ത്യാനികൾ അത് മനോരോഗത്തിൽ തന്നെയാണ് കണ്ടത്. തന്റെ മതം മാത്രം പ്രിയപ്പെട്ടതാണെന്നും മറ്റുള്ളവരുടെ മതമൊക്കെ മോശമാണെന്നും ഇതൊരു പാകിസ്ഥാനാണ്, അതുകൊണ്ട് ഇസ്ലാം മതം മാത്രം പ്രാവർത്തികമായാൽ മതിയെന്നും വിചാരിക്കുന്നത് ഒരു മാനസിക രോഗമാണ്. അപ്പോ ക്രിസ്ത്യാനികൾ ആ നിലയിൽ തന്നെയാണ് അതിനെ കണ്ടത്, മൈൻഡ് ഇല്ലാതെ പോയി. പക്ഷേ അതേ ക്രിസ്മസിന് തന്നെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആൾ ബൈബിൾ ഒന്ന് ഗ്യാസിൽ കത്തിക്കാൻ ശ്രമിക്കുന്നു. നടന്നില്ല. പിന്നീട് ബൈബിൾ കമിഴ്ത്തി വെച്ച് ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ട് അതിനകത്തേക്ക് കത്തിച്ചിട്ട് പിന്നീട് പേപ്പറാണല്ലോ വേഗം കത്തിപ്പിടിച്ചു. പിന്നീട് എണ്ണയൊഴിച്ച് ആളി കത്തിക്കുന്നു, വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. അഡ്രസ്സും ഫോൺ നമ്പറും സഹിതം അതിനകത്ത് തന്നെ പറഞ്ഞു, ഞാൻ ഇന്നടത്ത് താമസിക്കുന്ന ആളാണ്, എന്റെ വിശ്വാസപ്രകാരം എന്ന് പറയുന്നത് ഇങ്ങനെയാ. എന്റെ വിശ്വാസപ്രകാരം വിഗ്രഹാരാധന തെറ്റാണ്, ഈ ബൈബിള് തെറ്റാണ്, ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്, ഖുർആൻ അല്ലാത്ത മറ്റൊരു ഗ്രന്ഥങ്ങളെയും ഞാൻ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാനിത് കത്തിക്കുന്നത് എന്ന് പറയുന്നു. ക്ലബ് ഹൗസിൽ വന്നപ്പോൾ അയാളെ മാനസിക രോഗിയാണ് എന്ന് പോലീസ് പറഞ്ഞപ്പോൾ ഞാനും കൂടി ഉണ്ടായിരുന്ന ചർച്ചയാണ്. ആളോട് ഞങ്ങൾ ചോദിച്ചു, അല്ല താങ്കൾ ഇതിനു മുമ്പ് മാനസിക രോഗത്തിന് എവിടെയെങ്കിലും ചികിത്സയിൽ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഒരു ഡോക്ടറെയും കണ്ടിട്ടില്ല. ഉറക്കമില്ലാത്തതിന് പോലും ഞാനൊരു ഡോക്ടറെ കാണുകയോ ഒരു മെഡിസിൻ കഴിക്കുകയോ ചെയ്തിട്ടില്ല. കൃത്യമായി ഉറങ്ങുകയും 5 നേരം നമസ്കരിക്കുകയും ആരാധന, ആഘോഷങ്ങൾ, എല്ലാ കാര്യങ്ങളും കൃത്യമായ രൂപത്തിൽ ഇസ്ലാമിന്റെ അനുഷ്ഠാന മുറകൾ പുറപ്രകാരം നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതല്ലാതെ ഞാനൊരു മാനസിക രോഗിയല്ല. അയാള് സാക്ഷ്യപ്പെടുത്തുവാണ് ഞാനൊരു മാനസിക രോഗിയല്ലെന്ന്. ഇപ്പൊ അയാള് തന്നെ, അതായത് മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി തന്നെ ക്ലബ് ഹൗസിൽ വന്നിട്ട് പബ്ലിക്കായിട്ട് രേഖപ്പെടുത്തുന്നു, ഞാനൊരു മാനസിക രോഗിയല്ല. ഇപ്പൊ മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞ് FIR എഴുതിയത് എനിക്ക് നിയമത്തിന്റെ ഒരു ഇളവ് കിട്ടുന്നതിന് വേണ്ടി പോലീസ് എഴുതി ചേർത്തതാണ് എന്നാണ് ആ ക്ലബ് ഹൗസ് ഡിബേറ്റില് മുഹമ്മദ് മുസ്തഫ വന്നിട്ട് പറയുന്നത്. ബൈബിള് കത്തിച്ച മുഹമ്മദ് മുസ്തഫയെ മാനസിക രോഗിയാക്കാൻ ഏറ്റവും കൂടുതൽ ധൃതി ഉണ്ടായിരുന്നത് പോലീസുകാർക്കായിരുന്നു. അതുപോലെ തന്നെ ഗുഹ്യഭാഗത്ത് നിന്ന് രോമം പറിച്ച് തുളസിത്തറയിലിട്ട അബ്ദുൽ ഹക്കീമിനെ മാനസിക രോഗിയാക്കാനും പോലീസിനായിരുന്നു വ്യഗ്രത. അപ്പൊ പോലീസ് സൂപ്രണ്ട് പറഞ്ഞു, ഈ വാർത്ത പ്രസിദ്ധീകരിക്കരുത്, അബ്ദുൽ ഹക്കീമിന് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നമ്മളത് പറയാൻ പാടില്ല, വാർത്തയാക്കാൻ പാടില്ല, അത് ആളുകൾക്കിടയിൽ ചർച്ച ചെയ്യാൻ പാടില്ല, ഇത് ഇവിടുത്തെ നിയമമാണ്. ശരി, എന്തായിരുന്നാലും സാമൂഹിക പ്രതിബദ്ധതയുള്ള മാധ്യമങ്ങൾ ഈ വാർത്തകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു. നമസ്കാരം. ഗുരുവായൂർ സ്വദേശി അബ്ദുൽ ഹക്കീം കഴിഞ്ഞ 2 ദിവസം കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കുപ്രസിദ്ധനാണ്. കാരണം ഇയാളുടെ ഒരു വീഡിയോ ആണ്
ഇയാൾ രഹസ്യ ഭാഗത്തു നിന്നും മുടി പറിച്ചെടുത്ത് ഒരു തുളസിത്തറയിലേക്ക് വലിച്ചെറിയുന്നതും തുളസിത്തറയെ അപമാനിക്കുന്നതുമായ ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. വലിയ രീതിയിൽ ഈ വീഡിയോ പ്രചരിച്ചിരുന്നു. ഇയാളുടെ ഈ ചെയ്തിനെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നിരുന്നു. എന്നാൽ തൃശൂർ പോലീസ് പിന്നീട് ഒരു മുന്നറിയിപ്പുമായി രംഗത്ത് വരുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് ഈ അബ്ദുൾ ഹക്കീം കഴിഞ്ഞ 25 വർഷമായി മാനസിക രോഗത്തിന് ചികിത്സ തേടുന്നയാളാണ്. ഇയാൾ ഒരു മാനസിക രോഗിയാണ്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ചെയ്തികൾ കാട്ടുന്ന ഈ വീഡിയോ അത് ഇങ്ങനെ ഈ രീതിയിൽ മതസ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കരുത്. ഈ വീഡിയോ പ്രചരിപ്പിച്ചാൽ മതസ്പർദ്ധയുണ്ടാക്കി ഇവിടെ ലഹളയുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ പേരിൽ ആ വകുപ്പ് ചുമത്തി കേസെടുക്കും എന്ന മുന്നറിയിപ്പാണ് തൃശൂർ പോലീസ് നൽകിയത്. ശരിയാണ്, മതസ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിൽ യാതൊരുവിധ പ്രചരണവും പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പാടില്ല. അതിനെതിരെ നിയമ നടപടി എടുക്കേണ്ടത് അനിവാര്യമാണ്. പക്ഷേ ഈ പോലീസിനോട് ഒരു ചോദ്യമുണ്ട്. കാരണം ഇയാൾ ഈ ചെയ്തത് അല്ലെങ്കിൽ ഈ ദൃശ്യം മാത്രമല്ല ഈ അബ്ദുൾ ഹക്കീമിന്റെ പേരിലുള്ളത്. ഈ സംഭവം നടക്കുന്നത്, അതായത് തുളസിത്തറയെ അപമാനിക്കുന്ന സംഭവം നടക്കുന്നതിന് 3 ദിവസം മുമ്പ് ഇയാൾ ഗുരുവായൂരിലെത്തിയ ഭക്തരെ ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ, ചില എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ അത് തത്വമായി ഇതാ പുറത്തുവിടുകയാണ്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിയായ രഞ്ജിത്ത്, അദ്ദേഹം ഗുരുവായൂർ ദർശനത്തിന് പോയപ്പോൾ ഇയാളുടെ ഹോട്ടലിന് മുന്നിൽ കാർ പാർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം നടന്ന കാര്യങ്ങൾ എന്താണെന്ന് രഞ്ജിത്തിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. നമ്മുടെ വണ്ടി അത് 12/1/2025 വണ്ടി ഇവിടെ എത്തിക്കുന്നത് രാവിലെ 9 അന്ന് വണ്ടിയിട്ടപ്പോൾ ഈ ഹോട്ടലിൽ കൂട്ടിയിട്ടിരിക്കുന്നു. അപ്പോൾ നിലവിൽ ആരില്ലാത്തതുകൊണ്ട് എല്ലാ വണ്ടികളും ഇവിടുത്തെ സ്ഥലവാസികളും ഇവിടുത്തെ ആൾക്കാരും എല്ലാവരും ഇവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്തു. അതുകൊണ്ട് ഞാനും എന്റെ വണ്ടി പാർക്ക് ചെയ്തു. എന്റെ വണ്ടിക്ക് അപ്പുറം വേണ്ടി ഇവിടെ കർണാടക വണ്ടി ഉണ്ടായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞ് ഞാൻ തോന്നി കൃഷ്ണഗിരി തിരിച്ചു വന്നപ്പോൾ എന്റെ വണ്ടിയിൽ ഈ കാണുന്ന സ്ക്രാച്ചുകളെല്ലാം ഇത് കാണുന്ന സ്ക്രാച്ചുകളെല്ലാം ഇവിടെ തോന്നുന്നില്ല. ഹോട്ടൽ ജീവനക്കാരെ വെച്ചിട്ട് അവർ അവരായിട്ട് വന്ന് നടക്കുന്നില്ല. ഹോട്ടലിന്റെ ഫ്രണ്ടിൽ കിടന്ന 3 വണ്ടികൾ മാത്രമാണ് സ്ക്രാച്ച് വന്നിരിക്കുന്നത്. ഇതൊന്ന് നമ്മളുടെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും പോലീസ് ഒന്ന് നോക്കുകയും ചെയ്തു. പക്ഷെ തുടർന്നിട്ട് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. നമ്മളിത് പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരാനാണ് പറഞ്ഞത്. ഈ ഹോട്ടൽ ജീവനക്കാരോട് ചോദിച്ചപ്പോൾ ഈ ഒരു കാര്യത്തിലല്ല എന്നാണ് പറഞ്ഞത്. ഈ ഹോട്ടൽ ജീവനക്കാരുടെ ഫ്രണ്ടിലുള്ള വണ്ടികൾക്ക് മാത്രമാണ് ഈ നിലവിലുള്ള ഈ ഒരു നാശനഷ്ടം നമുക്കുണ്ടായിരിക്കുന്നത്. ഇതിന് ഉത്തരവാദിത്വം പറയുന്നത് ആരും തയ്യാറായിട്ടില്ല. കർണാടക വണ്ടിക്ക് നഷ്ടപ്പെടുന്നത് എന്റെ വണ്ടിക്ക് നഷ്ടപ്പെടുന്നത്. ഹോട്ടലിന്റെ പേരാണ് ഇതാണ് തിരുവനന്തപുരം സ്വദേശി രഞ്ജിത്തിന് ഉണ്ടായിട്ടുള്ള അനുഭവം. അതായത് ഈ അബ്ദുൾ ഹക്കീം മാനസിക രോഗിയാണ് എന്ന് പോലീസ് പറയുന്നു. പക്ഷേ ഈ മാനസിക രോഗിക്ക് ഗുരുവായൂരില് അബ്ദുൾ ഹക്കീം ഒരു ലോഡ്ജ്, ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുവാണ്. ദിവസവും ഹോട്ടലിൽ വരുന്നു, ജീവനക്കാരെ കൺട്രോൾ ചെയ്യുന്നു, ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നു. ഇതിൻ്റെതായിട്ടുള്ള എല്ലാ നിയമവശങ്ങളും ബിസിനസ് കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇയാൾക്ക് കഴിയുന്നുണ്ട്. അപ്പോഴൊന്നും ഇയാൾക്ക് മാനസിക രോഗമില്ല. അബ്ദുൾ ഹക്കീം മാനസിക രോഗിയാണ് എന്ന് പോലീസ് പറയുന്നു. പക്ഷേ ഈ മാനസിക രോഗിക്ക് ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിന്റെ പേര് എന്ന് പറയുന്നത് നാഷണൽ പാരഡൈസ് റെസ്റ്റോറന്റ് എന്നാണ്. ഈ റെസ്റ്റോറന്റിന്റെ മുന്നിൽ രഞ്ജിത്ത് വണ്ടി പാർക്ക് ചെയ്യുന്നു. അദ്ദേഹം പാർക്ക് ചെയ്തിരുന്ന സമയത്ത്, അല്ലെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നില്ല. ഹോട്ടൽ ശരിക്കും പോലീസ് പറയുന്നത് ശരിയാണ്. ചൈനയുടെ ഭാഷയൊന്ന് കടമെടുത്തിട്ടാണ് പറഞ്ഞതെന്നേ ഉള്ളൂ. മതരോഗി എന്ന് പറഞ്ഞു. ചൈനയിൽ മതം മാനസിക രോഗമാണ്. ആ മാനസിക രോഗി എന്ന് തന്നെയാ പറഞ്ഞത് പോലീസ്. മറ്റു ചിലരൊക്കെ അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അവിടെ വാഹനം പാർക്ക് ചെയ്തു. അദ്ദേഹം അവിടെ ഗുരുവായൂരിൽ ദർശനത്തിന് കുടുംബസമേതം എത്തിയതായിരുന്നു. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഇടത്തും വലതുമായി, ഇദ്ദേഹത്തിന്റെ കാറിന്റെ ഇടത്തും വലത്തുമായി പാർക്ക് ചെയ്തിരുന്നത് കർണാടക സ്വദേശികളായ അയ്യപ്പ ഭക്തന്മാരുടെ വാഹനങ്ങളായി. ഈ 3 വാഹനങ്ങളും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഈ വാഹനങ്ങളുടെ ബോഡിക്ക് വലിയ രീതിയിൽ ഗുരുതരമായ. ശരി, എന്തോ ആകട്ടെ, ഇയാൾ 25 വർഷമായി മാനസിക രോഗിയാണ് എന്ന് പറയുന്നു. ഈ ഹോട്ടൽ നടത്താനുള്ള ഇദ്ദേഹത്തിന്റെ ഈ ഒരു ലൈസൻസ് റദ്ദ് ചെയ്യാൻ, ഇയാളുടെ പേരിൽ നിന്ന് റദ്ദ് ചെയ്യാൻ പറ്റുമോ പോലീസിന്? ഇയാൾ ഇനി ആ ഹോട്ടൽ നടത്തേണ്ട, കാരണം ഇയാൾ മാനസിക രോഗിയാണ്. ഇതുമാത്രമല്ല, ഇനിയും ഇതുപോലെ പല കാര്യങ്ങളും അയാൾ ചെയ്യും. അയാളുടെ ലൈസൻസ് റദ്ദ് ചെയ്യുമോ? ഉണ്ടാവില്ല. കാരണം എന്താ? കാക്കയല്ലേ കാക്ക.